പാകിസ്ഥാന്റെ ആണവ കേന്ദ്രം ഇന്ത്യ ആക്രമിച്ചോ? ഇതല്ലേ കുറെ നാളുകളായി അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഓരോരുത്തരും ചോദിക്കുന്ന ചോദ്യം. ഇന്ത്യ പറയുന്നു ഞങ്ങൾക്ക് അവിടെ ഒരു ആണവ കേന്ദ്രം ഉണ്ടോ എന്ന് പോലും അറിയില്ല, അത് പറഞ്ഞു തന്നതിന് നന്ദിയെന്ന്. പക്ഷെ പാകിസ്ഥാനിലേക്ക് ഈജിപ്ഷ്യൻ വിമാനവും അമേരിക്കൻ വിമാനവും ഒക്കെ വരുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ എന്താണ്? ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പ്രതിരോധ വിദഗ്ധനായ ജനറൽ GD ബഷി പറയുന്നത് ഇങ്ങനെയാണ്: സോഷ്യൽ മീഡിയയിൽ ഇന്ത്യ പാകിസ്ഥാൻ സർഗോദ ചക്ലാല, അതായത് റാവൽപിണ്ടിക്കും ഇസ്ലാമാബാദിനും ഇടയിൽ ജേക്കബാബാദിന് സമീപമുള്ള ചഗൈ മലനിരകളിലെ ആണവ സംഭരണ കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്ന റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നു. എന്താണ് സത്യം? ഔദ്യോഗികമായി ഇന്ത്യ ഇത് നിഷേധിച്ചിട്ടുണ്ട്. എന്നാൽ തുറന്ന ഉറവിടങ്ങളിൽ നിന്നുള്ള എൻ്റെ വിശദീകരണം ഇത് സത്യമാണെന്നാണ് സൂചിപ്പിക്കുന്നത്. സംഭവം ഇങ്ങനെ പുനർനിർമ്മിക്കാം. മെയ് 10 രാത്രി പാകിസ്ഥാൻ ന്യൂഡൽഹിയെ ലക്ഷ്യമാക്കി ഒരു ഫത്തേ ടാക്ടിക്കൽ ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തു. അതിൽ ആണവായുധമുണ്ടോ എന്ന് ഇന്ത്യക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇത് സിർസയ്ക്ക് സമീപം തകർത്തു. നമ്മുടെ മികച്ച സാങ്കേതിക നേട്ടമാണത്. മെയ് 11 പുലർച്ചെ 4 മണിക്ക് പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ സംഭരിച്ചിരുന്ന തുരങ്കങ്ങളുടെ പ്രവേശന കവാടങ്ങളിൽ ഇന്ത്യ ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി. റേഡിയോളജിക്കൽ സ്ഫോടനങ്ങൾ, അനിയന്ത്രിത പ്രതിപ്രവർത്തനങ്ങൾ മൂലം വൻ സ്ഫോടനങ്ങൾ ഉണ്ടായി. ലോകമെമ്പാടും റിക്ടർ സ്കെയിലിൽ 5.7, 4.5 തീവ്രതയുള്ള ഭൂകമ്പങ്ങൾ രേഖപ്പെടുത്തി. പുലർച്ചെ 5 മണിക്ക് ഒരു ബീച്ച് ക്രാഫ്റ്റ് വിമാനം ചഗൈ കിരണ മലനിരകൾക്ക് മുകളിലൂടെ പറന്ന് നൂർഖാൻ വ്യോമതാവളത്തിൽ ഇറങ്ങി. ഈ സ്ഥലങ്ങളിൽ റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തി. അടുത്ത ദിവസം ആണവ പ്രതിപ്രവർത്തനങ്ങൾ തടയാൻ ഉപയോഗിക്കുന്ന ബോറോൺ 10 ഐസോഡോപ്പുമായി ഒരു ഈജിപ്ഷ്യൻ IL-76 വിമാനം പാകിസ്ഥാനിൽ ഇറങ്ങി. ആണവായുധങ്ങളുടെ മറവിൽ ഭീകരപ്രവർത്തനങ്ങൾ നടത്താൻ ഇന്ത്യ അനുവദിക്കില്ലെന്ന് മോദി പ്രസ്താവിച്ചു. രാജ്നാഥ് സിംഗും യോഗി ആദിത്യനാഥും ബ്രഹ്മോസ് മിസൈലുകളെ പ്രശംസിച്ചു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് പാകിസ്ഥാന്റെ വ്യോമ മാർഗം വിതരണം ചെയ്യാവുന്ന മിക്ക ആണവായുധങ്ങളും നശിപ്പിക്കപ്പെട്ടു എന്നാണ്. US-ഉം ഇസ്രായേലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇതുവരെ ആക്രമിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഓർക്കണം. ഇതിനൊരു മറുസിദ്ധാന്തം, ഇന്ത്യയെ വെടിനിർത്തലിനെ ഭയപ്പെടുത്താൻ US നടത്തിയ വ്യാജ ആണവ മുന്നറിയിപ്പാണ് ഈ ആക്രമണം എന്നും കേൾക്കുന്നു. എന്തായാലും കൃത്യമായി തന്നെയാണ് ഇദ്ദേഹം പറയുന്നത്. പല കാര്യങ്ങളിലും, അതായത് ഇന്ത്യ ആക്രമിച്ചു, ഇന്ത്യ അവരുടെ ആണവായുധങ്ങളിൽ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്നൊക്കെയുള്ള ചോദ്യം. പക്ഷേ നമ്മുടെ സൈനികർ നമുക്കതിന് മറുപടി തരാത്തിടത്തോളം കാലം, ഇന്ത്യൻ സർക്കാർ അതിന് മറുപടി തരാത്തിടത്തോളം കാലം നമ്മൾ അക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ ചെയ്യുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് തോന്നില്ല. പക്ഷേ കിർന ചില അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ നാഡീ ഞരമ്പായ ആണവായുധങ്ങൾ സൂക്ഷിക്കുന്ന കിർന സമീപം ബ്രഹ്മോസ് മിസൈൽ പതിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്ന് പല വിദഗ്ധരും പറയുന്നുണ്ട്. അതായത് ഈ പ്രതിരോധ വിദഗ്ധരും പറയുന്നുണ്ട്. ഈ കിർന സമീപം കൃത്യമായി ബ്രഹ്മോസ് മിസൈൽ പതിച്ചു. അവിടെ ഈജിപ്ഷ്യൻ വിമാനം വന്നു, അവിടെ US-ന്റെ വിമാനം എത്തി എന്നൊക്കെയുള്ളൂ. അപ്പോൾ വെറുതെ ഇത് വരേണ്ട കാര്യമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അവിടെ കിർന സമീപം ഈ ബ്രഹ്മോസ് മിസൈൽ പതിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ അത് സമ്മതിച്ചാൽ പാകിസ്ഥാന് വലിയ നാണക്കേടാണ്. അപ്പോൾ പാകിസ്ഥാനെ ആ നാണക്കേട് ഒഴിവാക്കാനായി പാകിസ്ഥാൻ ഒരിക്കലും പറയില്ല ഈ എന്താ പറയുക, ആണവ കേന്ദ്രം ഇന്ത്യ ആക്രമിച്ചു എന്നുള്ളത്. പാകിസ്ഥാനെതിരായ ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യക്ക് വ്യക്തമായ മുൻതൂക്കം നൽകിയ ആയുധങ്ങളിലൊന്നാണ് ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ. അതാണ് ഈ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് പോയത് എന്നുള്ളതാണ്. പാകിസ്ഥാനിലെ ചില സ്ഥലങ്ങളെ വളരെ കൃത്യതയോടെ ആക്രമിക്കാൻ ഈ മിസൈലുകൾ ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. റഡാറിൽ നിന്നോ പ്രതിരോധ നിരീക്ഷണങ്ങളിൽ നിന്നോ ഒഴിഞ്ഞുമാറി ഉദ്ദേശിച്ച ലക്ഷ്യത്തിലെത്താൻ കഴിയുന്ന തരത്തിൽ വളരെ വേഗത്തിൽ പറക്കാൻ കഴിയുന്ന മിസൈലാണിത്. ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് വാങ്ങാൻ താല്പര്യമുള്ള രാജ്യങ്ങളുടെ എണ്ണം ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ്. റിപ്പോർട്ട് അനുസരിച്ച് 17 രാജ്യങ്ങൾ ഇപ്പോൾ ബ്രഹ്മോസ് വാങ്ങാൻ വന്നിട്ടുണ്ട്. ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്തതാണ് ബ്രഹ്മോസ് മിസൈൽ. സൂപ്പർസോണിക് വേഗത, കൃത്യമായ പ്രഹരം, വ്യത്യസ്ത പരിതസ്ഥിതികളുമായുള്ള പൊരുത്തപ്പെടാനുള്ള കഴിവ് എന്നിവയാണ് ബ്രഹ്മോസിനോടുള്ള താല്പര്യം വർദ്ധിക്കാനുള്ള കാരണങ്ങൾ.
കര, വായു, കടൽ എന്നിവിടങ്ങളിൽ നിന്ന് ഇവ വിന്യസിപ്പിക്കാൻ കഴിയും. നിലവിൽ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ വാങ്ങാനുള്ള കരാറിൽ ഫിലിപ്പീനിയൻസ് മാത്രമാണ് ഒപ്പുവച്ചിരിക്കുന്നത്. ഇന്തോനേഷ്യ, വിയറ്റ്നാം, മലേഷ്യ, തായ്ലൻഡ്, സിംഗപ്പൂർ, ബ്രൂണൈ, ബ്രസീൽ, ചിലി, അർജന്റീന, വെനിസ്വേല, സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ, UAE, ഈജിപ്ത്, ദക്ഷിണാഫ്രിക്ക, ബൾഗേറിയ എന്നിവയാണ് ഇപ്പോൾ ബ്രഹ്മോസ് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുന്ന മറ്റ് രാജ്യങ്ങൾ. ഇതിൽ മിക്ക രാജ്യങ്ങളും അമേരിക്കയുമായും ചൈനയുമായും അടുത്ത ബന്ധമുള്ള രാജ്യങ്ങളാണെന്നും ശ്രദ്ധേയമാണ്. വിയറ്റ്നാം തങ്ങളുടെ സൈന്യത്തിനും നാവികസേനയ്ക്കും വേണ്ടി ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങുന്നതിനായി $700 മില്യൺ കരാറിലാണ് ഒപ്പുവെക്കുന്നത്. റഷ്യൻ നിർമ്മിത സുഖോയ്, അതായത് Su-13 MKM യുദ്ധവിമാനങ്ങൾ കൈവശമുള്ള മലേഷ്യ അവയിൽ ബ്രഹ്മോസ് മിസൈൽ ചേർക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ബ്രഹ്മോസ് മിസൈലിന്റെ പുതിയ പതിപ്പിനായി $300 മില്യൺ കരാറിൽ ഒപ്പുവയ്ക്കാനാണ് ഇന്തോനേഷ്യ ചർച്ചകൾ നടന്നു വരുന്നത്. അതായത് പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തുന്ന ഒരു മിസൈലാണ് ബ്രഹ്മോസ് മിസൈൽ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പാകിസ്ഥാൻ ഇന്ത്യയെ അല്ലെങ്കിൽ ഡൽഹിയിലേക്ക് ഒരു ആണവ ആയുധം ഇങ്ങനെ മുന കൂർപ്പിച്ച് വച്ചേക്കായിരുന്നു. ഇന്ത്യ ഇനിയും കളിച്ചാൽ ഇന്ത്യയെ ഞങ്ങൾ തകർക്കും, തരിപ്പണമാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇന്ത്യ ഒന്നും മിണ്ടിയില്ല. നിനക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതിൻ്റെ അങ്ങേറ്റം നീയൊക്കെ ചെയ്യും, ഞങ്ങളൊന്ന് കാണട്ടെ എന്നാ ഇന്ത്യ പറഞ്ഞു. എന്നിട്ട് ഇന്ത്യ മിണ്ടാതെ ഇരുന്നു. രാത്രി ആയപ്പോൾ കിർനാക്കുന്നിലെ ആണവ കേന്ദ്രങ്ങൾ, അതായത് ഭൂഗർഭ ബങ്കറുകളും ഭൂഗർഭ അറകളും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നയതന്ത്രപരമായ അല്ലെങ്കിൽ രഹസ്യമായി വെച്ചിരിക്കുന്ന കിർന ഹിൽസ് ഒരു കുന്നുപോലെയാണ് തോന്നുന്നത്. എളുപ്പമൊന്നും ആർക്കും അത് കണ്ടുപിടിക്കാൻ കഴിയില്ല. പക്ഷെ ഇന്ത്യ കണ്ടുപിടിച്ചു. രാത്രിയായപ്പോൾ ഇന്ത്യ ഒരു ബ്രഹ്മോസ് മിസൈൽ അങ്ങോട്ട് തൊടുത്തിട്ട് പാകിസ്ഥാനിനെ ഒന്നും മിണ്ടിയില്ല. ആ ഭാഗത്ത് എവിടെയോ ബ്രഹ്മോസ് ഒന്ന് പതിച്ചു. അപ്പം തന്നെ പാകിസ്ഥാൻ വിചാരിച്ചു, മനസ്സിലായി പാകിസ്ഥാന് ചൈനയുടെ പടക്കമൊന്നും കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, ഇനിയും കളിച്ചാൽ പാകിസ്ഥാനെ തന്നെ ഇന്ത്യ ചാരമാക്കും. അതുകൊണ്ട് ഈ ആണവ വികിരണവും ആണവ ചോർച്ചയൊക്കെ ഉണ്ടായാൽ പിന്നെ പറയുകയേ വേണ്ട എന്നുള്ളതാണ്. ഇന്ത്യ അത് സമ്മതിക്കാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ ഇന്ത്യ അതിൻ്റെ നിജസ്ഥിതി വ്യക്തമാക്കാത്തിടത്തോളം കാലം ഇന്ത്യ കുറ്റപ്പെടുത്താനും കഴിയില്ല. പാകിസ്ഥാൻ തന്നെ വേണമെങ്കിൽ അവരുടെ രാജ്യത്തെ, കാരണം ബുദ്ധി എന്ന് പറയുന്നത് ഇവന്മാരുടെ 7 അയലത്ത് പോയിട്ടില്ലല്ലോ, എന്നല്ലേ ഇവന്മാർ തന്നെ വേണമെങ്കിൽ ആണവായുധം ആക്രമിച്ചിട്ട് ആ രാജ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. അങ്ങനെയുള്ള മന്ദബുദ്ധികളാണ് അവിടെയുള്ള മുഴുവൻ ആളുകളും. ഭീകരതയെ വളർത്തുക എന്നുള്ളത് മാത്രമാണ് ഇവൻ്റെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാകിസ്ഥാൻ ആണവ ചോർച്ച ഉണ്ടായി, ആണവ വികിരണം നടക്കുന്നു, പിന്നെ ഈജിപ്ഷ്യൻ വിമാനം വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഉത്തരം ഇന്ത്യയിൽ നിന്ന് ചെറിയൊരു മിസൈൽ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അത് കിർന ഹിൽസിലേക്കാണോ അതോ മറ്റെവിടെയെങ്കിലുമൊക്കെ ആണോ എന്നുള്ളത് ഇനി പാകിസ്ഥാൻ തീരുമാനിക്കുക. പാകിസ്ഥാൻ ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. ആണവായുധം ഇരിക്കുന്ന സ്ഥലം ഇന്ത്യ കണ്ടെത്തിയിട്ടുണ്ട്, ഒരു മിസൈലും അയച്ചിട്ടുണ്ട്.